എഡ്യൂസോഫ്റ്റ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഗൂഗിൾ ഫോം ഉപയോഗിച്ച് എങ്ങനെ ഒരു ഓൺലൈൻ പരീക്ഷ നടത്താമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് ആദ്യം ഗൂഗിൾ ഫോമിന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ ഫോമിന് സെർച്ച് ചെയ്തു, അതിൽ നമുക്ക് ഗൂഗിൾ ഫോം റിസൾട്ട് കിട്ടും. ഫ്രീ ഓൺലൈൻ സർവീസ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്, അത് ചൂസ് ചെയ്യുക. ഇതാണ് ഗൂഗിൾ ഫോമിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. കുറച്ചേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ളത് പേഴ്സണൽ എന്നുള്ളതാണ്. അവിടെ ഗോ ടു ഗൂഗിൾ ഫോംസ് കിടപ്പുണ്ട്, അത് ചൂസ് ചെയ്യുക. പേഴ്സണൽ ഗോ ടു ഗൂഗിൾ ഫോംസ് ചൂസ് ചെയ്യുക. നമുക്കൊരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡിയുടെ ഐക്കൺ കാണാൻ സാധിക്കും. അതായത് ഗൂഗിളിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കണം. ലോഗിൻ ചെയ്തെങ്കിൽ മാത്രം ഇമെയിൽ നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം. സാധാരണ എല്ലാവരുടെയും ആൻഡ്രോയിഡ് ഫോണിൽ ഇമെയിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗൂഗിൾ ഫോം ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇമെയിൽ ഐ ഡിയുമായി അസോസിയേറ്റ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈറ്റിൽ, അൺടൈറ്റിൽഡ് ഫോം എന്ന് കിടക്കുക. അവിടെ നമുക്ക് ടൈറ്റിൽ എഴുതി ചേർക്കാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നമുക്ക് ടാപ്പ് ചെയ്ത് ഇഷ്ടമുള്ള ടൈറ്റിൽ എഴുതി ചേർക്കാം നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ ഇവിടെ എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന് ടൈപ്പ് ചെയ്തു. ദെൻ ഇവിടെ സബ് ടൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്തുകൊണ്ട് നമുക്ക് എഴുതി ചേർക്കാം. അവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഓൺലൈൻ എക്സാം എന്ന് എഴുതി ചേർത്തു. ദെൻ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യമാണ്. നമുക്കൊരു ചോദ്യം ആഡ് ചെയ്യാം. പേരും അതുപോലുള്ള മറ്റ് വിവരങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നേരിട്ട് പോവുകയാണ്. വാട്ട് ഈസ് യൂട്യൂബ്? ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ജസ്റ്റ് ചെയ്യുവാണ്. വാട്ട് ഈസ് യൂട്യൂബ് എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി ഷോർട്ട് ആൻസർ എന്നാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏത് രീതിയിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിലാണ് ഈസി ആയിട്ട് വാല്യൂ ചെയ്യാൻ പറ്റുക. സോ അതിനുവേണ്ടി സൈഡിലേക്ക് ജസ്റ്റ് നോക്കുക. സൈഡിൽ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. അവിടെ ഷോർട്ട് ആൻസർ എന്ന ആരോ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ്, നമ്മുടെ ഉത്തരം എങ്ങനെയാവണം എന്നുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഡേറ്റ്, ടൈം, മൾട്ടിപ്പിൾ ചോയ്സ്, പാരഗ്രാഫ്. അവിടെ ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സസ് ചൂസ് ചെയ്യുക. ദെൻ ഓപ്ഷൻ 1, ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ ജസ്റ്റ് സോഷ്യൽ മീഡിയ എന്ന് കൊടുത്തു. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ ഓട്ടോമാറ്റിക് താഴെ വരും. അവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അവിടെ ഞാൻ TV ചാനൽ എന്ന് കൊടുത്തു. 2 ഓപ്ഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ അതർ എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ചൂസ് ചെയ്യാം വേണമെങ്കിൽ മാത്രം. ദെൻ റൈറ്റ് സൈഡിൽ നോക്കുക, റിക്വയർഡ് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായും ഈ ചോദ്യം അറ്റൻഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ഇപ്പോൾ മാൻഡേറ്ററി ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആ രീതിയിൽ റിക്വയർഡ് ഫീൽഡ് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം ആഡ് ചെയ്യാനായിട്ട് നോക്കുക, ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ അടിയിൽ, ചിലപ്പോൾ അത് റൈറ്റ് സൈഡിലായിരിക്കും, ഇല്ലെങ്കിൽ ഏറ്റവും അടിയിൽ ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യം വരും. നമുക്ക് അടുത്ത ചോദ്യം ആഡ് ചെയ്യാം. നെക്സ്റ്റ് അവിടെ ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് അവർ ചാനൽ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് ഞങ്ങളുടെ ചാനൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് അവർ ചാനൽ എന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ദെൻ അതും നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻ ചൂസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് കൊടുക്കുവാണ്, ഓപ്ഷൻസ് കൊടുക്കുവാണ്. ജസ്റ്റ് 2 ഓപ്ഷൻസ് കൊടുക്കുന്നു. ഒന്ന് ഗുഡ് എന്നും ഒന്ന് ബാഡ് എന്നും കൊടുത്തു. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് 2 ഓപ്ഷൻസ് കൊടുത്തു. അപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങൾ കൊടുത്തു. അതും റിക്വേർഡ് ഫീൽഡാക്കി സെറ്റ് ചെയ്യുന്നു. റിക്വേർഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കിത് നിർബന്ധമായും പരീക്ഷ എഴുതുന്നാൽ അത് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാണ്. ഇനി നമുക്ക് ഈ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അടുത്ത ചോദ്യം ആഡ് ചെയ്യാം. ദെൻ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ T എന്ന് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഹെഡിങ് ഒക്കെ ഇടയ്ക്ക് കൊടുക്കാനായിട്ടാണ്. ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. കുറച്ചേറെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സിംപ്ലി എങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ 2 ചോദ്യങ്ങളും നമ്മുടെ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോം അത്യാവശ്യം 2 ചോദ്യങ്ങൾ വെച്ച് നമ്മൾ തയ്യാറാക്കി. ഇതുപോലെ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും 10, 20, 25 നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മളിതിനെ എങ്ങനെ നമ്മളൊരു പരീക്ഷയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇമെയിൽ ഐ ഡിയുടെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു 3 ഡോട്ട് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ സെറ്റിങ്സിൻ്റെ ഐറ്റം വരിക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കിട്ടും. പ്രിവ്യൂ, സെറ്റിങ്സ് ഒക്കെ. അവിടെ ഒന്നും സെറ്റിങ്സ് ചൂസ് ചെയ്യുക. ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഐഡിയിൽ ഭാഗത്തുള്ള ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് യൂസ് ചെയ്യുന്നു. അവിടെ ജനറൽ, പ്രസൻറ്റേഷൻ സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ക്യൂസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ക്യൂസ് ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. നോക്കുക, അതിൻ്റെ അണ്ടറിലായിട്ട് മേക്ക് ദിസ് എ ക്യൂസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എനേബിൾ ചെയ്യുക. മേക്ക് ദിസ് എ ക്യൂസ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിലീസ് ഗ്രേഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ, അതായത് ആ സമയത്ത് തന്നെ മാർക്ക് അറിയണമെങ്കിൽ, അതായത് ഓരോരുത്തരും ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ മാർക്ക് അറിയണമെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ റെസ്പോണ്ടൻസ് എന്തൊക്കെ കാണണം എന്നുള്ളതാണ്. മിസ്ഡ് ക്വസ്റ്റ്യൻസ്, കറക്റ്റ് ആൻസർ, പോയിന്റ് വാല്യൂസ്, അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം അവരെന്തൊക്കെ കാണണം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക. മുകളിൽ സേവ് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഇവിടെ മാത്രമാണ് ഗൂഗിൾ ഫോമിൽ സേവ് വരിക. വേറൊരിടത്തും സേവിങ്ങിൻ്റെ ആവശ്യം ഇല്ല. സെറ്റിങ്സ് മാത്രമാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്.
ഇപ്പോൾ നോക്കുക, നമ്മൾ ചോദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് ജസ്റ്റ് ചോദ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ താഴെ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ശരി ഉത്തരം ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിൽ ശരി ഉത്തരം ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ചോദ്യത്തിന് എത്ര മാർക്ക് വേണമെന്ന് സെറ്റ് ചെയ്യുക. 2 points ഞാൻ കൊടുത്തു. ദെൻ അതിനുശേഷം 2 points കൊടുത്തു. ഇനി നമ്മൾ ശരി ഉത്തരത്തിൽ ടാപ്പ് ചെയ്യുക. നോക്കുക, അവിടെ നമ്മൾ സോഷ്യൽ മീഡിയ TV ചാനൽ, വാട്ട് ഈസ് യൂട്യൂബ്, അവിടെ നമ്മൾ സോഷ്യൽ മീഡിയ ടാപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം. ഇനി ഒരു ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതുകൂടി കൊടുക്കുക. ഇപ്പോൾ ആ ചോദ്യത്തിന് 2 മാർക്ക് നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് ശരി ഉത്തരമായി സെറ്റ് ചെയ്തു. അതുപോലെ അടുത്ത ചോദ്യത്തിൽ സെലക്ട് ചെയ്യുന്നു, അവിടെ നമുക്ക് ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. ആ ടിക്ക് മാർക്ക് കൊടുക്കുക, പോയിന്റ് സെറ്റ് ചെയ്യുന്നു. നമുക്കിതിനും 2 മാർക്ക് തന്നെ സെറ്റ് ചെയ്യാം. 2 മാർക്ക് കൊടുത്തു. ദെൻ അതിനുശേഷം അതിൽ കറക്റ്റ് ആൻസർ. ഇപ്പം എൻ്റെ ചാനൽ മോശമെന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാനവിടെ ഗുഡ് തന്നെ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഗുഡ് തന്നെ ചൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡൺ കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഈ പറയുന്ന 2 ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം സെറ്റ് ചെയ്തു. ഉത്തരം മാത്രമല്ല, അതിൻ്റെ മാർക്കും നമ്മൾ സെറ്റ് ചെയ്തു. ഇതുപോലെ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ പരീക്ഷയ്ക്ക് നടത്തുമ്പോൾ പേര് കൂടി ഒരു ഫീൽഡാക്കി വെക്കണം. കാരണം നെയിം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആരാണ് എക്സാം എഴുതി എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. നെയിമോ റോൾ നമ്പറോ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമെയിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓപ്ഷൻസാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ഫോം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയാണ് വേണ്ടത്. ഫോമിന് പ്രത്യേകിച്ച് സേവിങ് ഒന്നുമില്ല, സെറ്റിങ്സ് മാത്രമാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് അതിന് മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ മാറ്റാം. അപ്പോൾ ഒരു തീം ഐക്കണുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും. കളറും ഫോണ്ടും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് തീം കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഗ്രീൻ കളർ സെറ്റ് ചെയ്യുന്നു. ഫോണ്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സ്റ്റൈൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഹെഡറായിട്ടൊരു ഇമേജ് ആഡ് ചെയ്യാം. അവിടെ ചൂസ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് ആഡ് ചെയ്യാം. നമ്മുടെ ഫോണിലുള്ള ഇമേജ് ബ്രൗസ് ചെയ്ത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനൊക്കെ ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഫോമിനെ അട്രാക്റ്റീവ് ആക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോമിനൊരു യുണീക്ക് നേച്ചർ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഇമേജ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തീമും മാറ്റുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് കൂടി ആഡ് ചെയ്തു. കളർ ജസ്റ്റ് ഒന്ന് മാറ്റി, ഫോണ്ട് ഒന്ന് മാറ്റി. അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. നിർബന്ധമുള്ള കാര്യങ്ങളല്ല, അഡീഷണൽ ആയിട്ട് നമ്മുടെ ഫോമിനെ നമ്മുടേതാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ ഫോം. എഡ്യൂസോഫ്റ്റ് മലയാളം ഓൺലൈൻ എക്സാം 2 ചോദ്യങ്ങൾ. ഓക്കെ, 2 ക്വസ്റ്റ്യൻസുള്ള ഒരു ഗൂഗിൾ ഫോം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മറ്റവരിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നുള്ളതാണ്. ഇത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു സെൻഡ് ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആരോ പോലെ അല്ലേ, നമ്മുടെ വാട്സപ്പിലുള്ള പോലെ അതെടുക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇമെയിൽ വഴി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആദ്യം കാണുന്നത്. സെൻഡ് വയ ഇമെയിൽ വേണമെങ്കിൽ കൊടുക്കാം. കുറച്ചുകൂടി എളുപ്പമുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അവിടെ ലിങ്കിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സൂം ചെയ്ത് കാണിക്കാം. ഇമെയിലിൻ്റെ ഐക്കൺ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ലിങ്ക് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലിങ്ക് ജസ്റ്റ് ചെങ്ങല കണ്ണി പോലെ അത് സെലക്ട് ചെയ്യുക. ആ ലിങ്ക് ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കിട്ടുക. നോക്കുക, താഴെ ഒരു ലിങ്ക് റെഡി ആയിട്ടുണ്ട്. ഈ ലിങ്ക് കുറച്ച് വലിയ ലിങ്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലെങ്കിൽ വലുതായി തോന്നുകൊണ്ട് ചെറുതാക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഷോർട്ട് ആൻഡ് URL എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്യുക. ഷോർട്ട് ആൻഡ് URL ടിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ലിങ്ക് ചെറുതായിട്ടുണ്ട്, കണ്ടോ? അതുപോലെ തന്നെ ഇത് സെലക്റ്റുമായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ അതിനെ കോപ്പി ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്കത് വേണമെങ്കിൽ മാനുവലി കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കോപ്പി ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ കോപ്പി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കോപ്പി ചെയ്തെടുക്കാം. നമ്മുടെ ഗൂഗിൾ ഫോമിൽ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ കോപ്പി ചെയ്തെടുത്ത ലിങ്ക് നമ്മൾ ഇനി വാട്സപ്പിലൊക്കെ പേസ്റ്റ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഒക്കെ എത്തിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആർക്കാണ് പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുന്നത് അവരിലേക്ക് വാട്സപ്പ് വഴിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് നമ്മൾ എത്തിക്കുക. എന്നിട്ട് അവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരുന്നു. ഞാനത് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഗൂഗിളിൽ തന്നെ ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും ഇത് ഓപ്പണായി വരിക. നോക്കുക, നമുക്ക് ഗൂഗിൾ ഫോം കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് അവർ ചാനൽ. അപ്പോൾ അതിൻ്റെ ആൻസർ അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ താഴെ സബ്മിറ്റ് ബട്ടണും ഉണ്ട്. ഓക്കെ, നമുക്കപ്പം എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എത്ര പോയിൻ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. ഞാൻ ചാനൽ ഗുഡ് പറഞ്ഞു. എന്നിട്ട് വാട്ട് ഈസ് യൂട്യൂബ് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതിൻ്റെ ആൻസർ ഞാൻ TV ചാനൽ കൊടുത്തു. തെറ്റ് ചാനൽ കൊടുത്തിട്ട് നമുക്കറിയാം. അപ്പോൾ തെറ്റുത്തരം വന്നാൽ എന്ത് സംഭവിക്കുന്നത് കൂടെ നമുക്ക് അറിയണമല്ലോ. സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വ്യൂ സ്കോർ എന്നൊരു ഓപ്ഷനാണ് കാണിക്കുന്നത്. മാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ തന്നെ മാർക്ക് അറിയാൻ പറ്റും, കാരണം നമ്മൾ മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വ്യൂ സ്കോർ കൊടുത്തപ്പോൾ നോക്കുക, ടോട്ടൽ പോയിൻ്റ് നമുക്ക് 4-2 4-2 അല്ലേ. 2 മാർക്കിൻ്റെ 2 ചോദ്യം ഉണ്ടായിരുന്നതാണ് 4 വന്നിരിക്കുക. അതിൽ ഒരെണ്ണമേ ശരിയായി, 4-2. ഫസ്റ്റ് ഓപ്ഷൻ ശരിയായി, രണ്ടാമത് തെറ്റിപ്പോയി. ഏതായിരുന്നു? TV ചാനൽ അല്ലായിരുന്നു. ശരിയായി ഉത്തരവും കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വിസ് നടത്താമെന്ന് മാത്രമല്ല അതിൻ്റെ ആൻസറും അപ്പോൾ തന്നെ പരീക്ഷ എഴുതുന്നവർക്ക് കാണാൻ സാധിക്കും. ആൻസർ കാണുന്നതിനോടൊപ്പം തെറ്റിപ്പോയ ഉത്തരങ്ങളും അവയുടെ ശരിയായ ഉത്തരങ്ങളും കൃത്യമായി കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ,
ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഉത്തരങ്ങൾ ഓരോരുത്തരും എഴുതിയ ഉത്തരങ്ങൾ എങ്ങനെ പരീക്ഷ ഇട്ട ആൾക്ക് കാണാമെന്നുള്ളതാണ്. അതിനുവേണ്ടി പരീക്ഷ ഇട്ടയാൾ ഈ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ആ ഗൂഗിൾ ഫോമിൻ്റെ ഏറ്റവും താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ഒരു പെൻസിൽ ഐക്കൺ കൂടി കാണാൻ സാധിക്കും. അത് പരീക്ഷ ഇട്ടയാൾക്ക് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അതായത് ഇട്ടയാൾ നമ്മൾ ഏത് ഇമെയിൽ ഐ ഡിയിൽ നിന്നാണോ ഈ പരീക്ഷ ഇട്ടിരിക്കുന്നത് അവർക്ക് മാത്രമേ ഈ പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കത്തുള്ളൂ. ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പെൻസിൽ ഐക്കൺ കാണുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഫോം ക്രിയേറ്റ് ചെയ്ത ആളുടെ ഐ ഡി ഉള്ള ഫോണിൽ തന്നെയാണ് നമ്മളിത് കയറുന്നത് എന്നാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ്, റെസ്പോൺസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നോക്കുക, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് റെസ്പോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റെസ്പോൺസിൻ്റെ അവിടെ എന്താണ് 1 എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, അതായത് ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര പേര് പരീക്ഷ അറ്റൻഡ് ചെയ്തു മനസ്സിലാക്കാം. നമ്മളപ്പോൾ ഈ റെസ്പോൺസ് ചൂസ് ചെയ്യുന്നു. റെസ്പോൺസ് ചൂസ് ചെയ്ത് കഴിയുമ്പം അതിന് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റേഷൻ കാണിക്കും. ഉത്തരങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കുറേ ചാർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് ആൻസർ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പ്ലസ് ഐക്കണുണ്ട്, റൈറ്റ് സൈഡിൽ പ്ലസ് ഐക്കണുണ്ട്, അതിൽ പ്രസ് ചെയ്യുക. ആ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, ക്രിയേറ്റ് ന്യൂ ഷീറ്റ് എന്ന് ചോദിക്കും. പുതിയ ഷീറ്റിലാണ് നമുക്ക് ഈ ആൻസർ കാണിക്കേണ്ടതുള്ളൂ. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി ചൂസ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫോം ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡി തന്നെ, നമ്മുടെ ഫോണിൽ ഒന്നിലധികം ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദ്യം ഉള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം അതായത് ഞാൻ ഈ ഫോം ക്രിയേറ്റ് ചെയ്ത ആ ഇമെയിൽ ഐ ഡി തന്നെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത ഒരു ഇമെയിൽ ഐ ഡി തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കൊരു എക്സൽ ഷീറ്റിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയും, ആ ഷീറ്റിൽ നമുക്ക് എന്താണ് ആൻസറുകൾ കൃത്യമായിട്ട് ഓരോരുത്തരും എഴുതി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര പേര് എക്സാം എഴുതിയാലും നമുക്കത് കൃത്യമായിട്ട് നമ്മുടെ എക്സൽ ഷീറ്റിൽ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആ മുകളിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ടുണ്ട്. അവർ പ്രസ് ചെയ്തതിന് ഷെയർ ഉണ്ട്, ഡൗൺലോഡ് ഉണ്ട്, അതുപോലെ തന്നെ സെൻഡ് എ കോപ്പി, പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സലിലിട്ട് ഒരു മാർക്ക് ഷീറ്റായിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും മാർക്കൊക്കെ അനലൈസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിങ്ങനെയാണ്, ഈ രീതിയിലാണ് നമ്മളൊരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ പരീക്ഷ നടത്തുന്നത്. ഞാനിവിടെ 2 ചോദ്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ഇനി നമുക്ക് ചോദ്യങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ പുതിയ ചോദ്യങ്ങൾ കൂട്ടിച്ചേർക്കാം. പ്ലസ് ബട്ടൺ വെച്ച് പുതിയ ചോദ്യങ്ങൾ കൂട്ടിച്ചേർക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കൂട്ടിച്ചേർത്ത് കാണിക്കുകയാണ്. നെയിമൊക്കെ മസ്റ്റാണ്, കാരണം പരീക്ഷ നടത്തുമ്പോൾ നമുക്ക് ആരാണ് എഴുതിയതെന്ന് അറിയണമല്ലോ. അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽ കൂടി നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് റെക്കോർഡ് കൊടുത്തു. അതിൻ്റെ ആൻസർ ഷോർട്ട് ആൻസർ ആയിട്ട് സെറ്റ് ചെയ്തു. പേര് ഷോർട്ട് ആൻസർ ആണ് അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ഒന്നും പേര് വെക്കാൻ പറ്റില്ല. അത് നമ്മൾ ഷോർട്ട് ആൻസർ കൂടി ചൂസ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആൻസറുകൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സും ചെക്ക് ബോക്സും അതുപോലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും ഡേറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഓൺലൈനായി ഒരു പരീക്ഷ നടത്താം, അതോടൊപ്പം മാർക്ക് കൂടി എങ്ങനെ റിലീസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കൂടുതൽ വീഡിയോകളുമായി, കൂടുതൽ യൂസ്ഫുള്ളായ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.